ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കുള്ള യോഗ പരിശീലനം സംഘടിപ്പിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കുള്ള യോഗ പരിശീലനം സംഘടിപ്പിച്ചു. സുമംഗലി ഓഡിറ്റോറിയം പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടി കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള രോഗങ്ങൾ കടന്നു വരികയാണ്. ആ രോഗം വരുന്നത് സംബന്ധിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ പറയുന്നുണ്ട്, അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസം പറയുന്നുണ്ട്, ശീലങ്ങളുടെ വ്യത്യാസം പറയുന്നുണ്ട്, അങ്ങനെ വലുതുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും തമാശയായി പറയുന്നൊരു വാചകമുണ്ട്. എല്ലാവരും PSC മെമ്പർമാരായി വരുന്നു എന്നാണ്. PSC എന്ന് പറഞ്ഞാൽ നല്ല തൊഴിൽ കൊടുക്കുന്ന നല്ല സ്ഥാപനമാണ്. ഇപ്പോഴത്തെ PSC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉള്ള ആളെന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരെണ്ണം ഉള്ള ആളെന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതക്രമത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ്. പണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും അതിലൊരു എക്സർസൈസ് ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ച് വനിതകളെന്ന് ആലോചിച്ച് നോക്കിയാൽ അലക്കുന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാം അല്ലേ? അലക്കുന്നതൊക്കെ ഞങ്ങളുടെ പഴയ വീടുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടുകളിൽ ആദ്യം മുകളിൽ കുടങ്ങമത്തി അതിൻ്റെ മുകളിൽ ചാരത്തിൻ്റെ വെള്ളമൊഴിച്ച് അടിയിൽ നൂറി പിന്നെ ഊറി എന്നൊക്കെ വളർന്നു വരിക. അതെല്ലാവരും കല്ലുമ്പോൾ അലക്കുന്ന സ്ഥിതിയാണ്. അതൊരു എക്സർസൈസാണ് വരുന്നത്. അരക്കലൊരു വലിയ എക്സർസൈസാണ്. ദോശ ഇഡ്ഡലിയൊക്കെ ആട്ടലൊരു എക്സർസൈസാണ്. ഇതൊന്നും ചെയ്യണമെന്നല്ല കേട്ടോ, പുതിയതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യണോട്ടെ. ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിന് മാഷോറ് പഴയ രീതിയിലേക്ക് തിരിച്ചു പോവുക അല്ല, മറിച്ച് എന്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള എക്സർസൈസിന് തടസ്സം വന്നിട്ടുണ്ട്. ഞാൻ യോഗ സ്ത്രീകൾക്ക് മാത്രം ഇതുകൊണ്ട് സ്ത്രീകളുടെ മാത്രം പറയുന്നുണ്ട്. പുരുഷന്മാർക്കുള്ള വേറെ ഇതുപോലെ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം വരുമ്പോഴും നമുക്ക് കൂടുതൽ പരിപാടികൾ വരുന്നത്. പിന്നെ മിക്കവാറും നമ്മുടെ ഒരു ശീലം എന്തായിട്ടുണ്ട്, ഈ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴും ആളുകൾ അവിടെ ഇരുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബോധപൂർവം നമുക്ക് ചില കാര്യങ്ങൾ ശീലമാക്കിയേ പറ്റും. നമുക്ക് മനുഷ്യ ജീവിതത്തിൽ യോഗ മുഖ്യ പങ്കുവഹിക്കുകയും രോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിവുള്ളവയുമാണ്. അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ്സും ഹെൽത്തും അതിനെക്കുറിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം കൂടെയാണ്. പണ്ടൊക്കെ ഒരുപാട് വർക്കും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷേ അസുഖങ്ങൾ ഒരുപാട് കൂടുതലാണ്. കൂടാതെ തന്നെ പക്ഷെ എന്നാലും ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പോൾ ഒരുപാട് കൂടുതലായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ മുന്നേയൊക്കെ രാവിലെയൊക്കെ നടക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം ഒരുപാട് പേര് നടക്കുന്നുമുണ്ട്. പക്ഷെ എന്നാലും അസുഖങ്ങളുടെ എണ്ണം കൂടുതൽ തന്നെയാണ്. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളായാലും അല്ലാതെ ഇപ്പം വേറെ വർക്കിന് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരായാലും എല്ലാവർക്കും ഒരേപോലെ തന്നെ അസുഖങ്ങളുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ കുറച്ച് സമയം ഇതിന് മാറ്റിവെക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു എല്ലാ സ്ഥലത്തും പോകുന്ന ഒരു അരമണിക്കൂറെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഒരു യോഗ അല്ലെങ്കിൽ ജിം അതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കാണിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്തിൽ ഈ പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത്. വളരെ സന്തോഷം. കഠിനാധ്വാനികളായ പഴയ തലമുറയ്ക്ക് യോഗയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ യന്ത്രവൽക്കരണത്തിന്റെ കടന്നുകയറ്റം ആധുനിക ജനതയിൽ കായികക്ഷമത നഷ്ടപ്പെട്ടതിന്റെ ഫലമായി യോഗയുടെ പ്രാധാന്യം കൂടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുച്ചാലിൽ സ്വാഗതം പറഞ്ഞു.